സ്ഥാനാർത്ഥിയും അവരോടൊപ്പം ഉള്ളവരും ഈ പണം കൊടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ പണം വാങ്ങിയ ആൾ തന്നെ ആദ്യം മാധ്യമങ്ങളോട് അങ്ങനെ കിട്ടിയെന്ന് സമ്മതിച്ചു. പിന്നീട് അവരെ കൊണ്ട് അവരുടെ കൂടെയുള്ളവർ തിരുത്തി പറയിപ്പിച്ചു. അപ്പോൾ സിഇഒക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് പ്രാഥമികമായി കണ്ടെത്തുന്നത്? അല്ല, നമ്മൾ സിഇഒക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടെന്ന് പറയുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പരാതി ഇപ്പം ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്തൊരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതുണ്ട്, പ്രിലിമിനറി എൻക്വയറി നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പം എൻക്വയറിയുടെ ഭാഗമായിട്ട് നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ ഒരു MCC നോഡൽ ടീംസിനെയും ഫ്ലൈയിങ് സ്ക്വാഡിനെ നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈയിങ് സ്ക്വാഡ് എന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു, ആ ലേഡിയുടെ അടുത്തുനിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. പക്ഷെ അവരത് ഡിനൈ ചെയ്യുകയാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു വെറാസിറ്റി, എത്രത്തോളം അവർ ഈ പറയുന്ന ന്യൂസ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല, അലിഗേഷൻ അത്രയും ഗ്രേവ് ആയിട്ടുള്ള സ്ഥിതിക്ക് അതിൻ്റെ വെറാസിറ്റി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫർദർ പരിശോധനകൾക്കും ഇൻവെസ്റ്റിഗേഷനും വേണ്ടിയിട്ട് പോലീസിന് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മറ്റു നടപടികളിലേക്ക് കടക്കുകയാണ്. SP യോട് സംസാരിച്ചിരുന്നു. FIR പോലെയുള്ള മറ്റു നടപടികൾ നടന്നു വരികയാണ്. അതെ, ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ദൃശ്യങ്ങളുടെ പുറത്താണ് നമ്മൾ അവിടെ ചെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത്. ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫർദർ എൻക്വയറി വേണം എന്നുള്ളതാണ്. ഫർദർ എൻക്വയറി വേണമെന്നും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് റിട്ടേണിംഗ് ഓഫീസറെ നമ്മൾ വെച്ചിട്ടുമുണ്ട്. അപ്പം റിട്ടേണിംഗ് ഓഫീസർ ഇപ്പം ഇന്നും നാളെയും വളരെ തിരക്ക് പിടിച്ചൊരു സമയമാണല്ലോ. അപ്പം മാത്രമല്ല, ഒരു പീക്ക് ടൈമിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ 11th റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബേസിസിൽ ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇന്നലെ പരാതി കിട്ടിയത് പരാതി കിട്ടിയെന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥി വിളിച്ചപ്പോൾ മാഡം പറഞ്ഞു ഇന്നലെ തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് പാലക്കാട് LDA സ്ഥാനാർത്ഥി. അല്ല, പരാതികൾ ഇപ്പം ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്നലെ രാത്രി നമുക്ക് ഒരു സ്പെസിഫിക് ഹോട്ടലിൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അപ്പോൾ വെളുപ്പിന് തന്നെ നമ്മൾ പോയി അവിടെ സെർച്ച് ചെയ്തു. പക്ഷേ സെർച്ച് ചെയ്തെങ്കിലും നമുക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ പരാതികളുടെ പുറത്ത് നമ്മൾ ഒബ്വിയസ്ലി നമ്മളൊരു അപ്പോൾ തന്നെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കും. അതിപ്പം ഏത് സ്ഥാനാർത്ഥിയാണെന്നോ ഏതോ പൊളിറ്റിക്കൽ പാർട്ടിയാണെന്നോ നോക്കാറില്ല. ആ എൻറ്റയർ ഇലക്ഷൻ പ്രോസസ്സിനെ സാബോട്ടാജ് ചെയ്യരുതെന്ന് മാത്രമേ നമ്മൾ അവിടെ ശ്രദ്ധിക്കാറുള്ളൂ. നേരിട്ട് എനിക്ക് പരാതി ലഭിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് അറിഞ്ഞത് റാറുവിൻ്റെ അടുത്തൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ അപ്പോൾ തന്നെ പോലീസിന്റെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. അന്വേഷണം പോലീസിന്റെ അന്വേഷണം നടക്കും, റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടക്കും. അങ്ങനെ രണ്ട് അന്വേഷണമല്ല. റിട്ടേണിംഗ് ഓഫീസറുടെ തലത്തിൽ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് എൻക്വയറി പോലെയാണ്. ഇലക്ഷനിൽ എന്താണ് നടക്കുന്നത്, എന്തെങ്കിലും തിരിമറി നടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇപ്പം ചട്ടവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ റിട്ടേണിംഗ് ഓഫീസർ നോക്കുന്നത്. അതിൻ്റെ മറ്റു വശങ്ങൾ ഇപ്പം IPC സംബന്ധിച്ചുള്ള BNSS സംബന്ധിച്ചുള്ള വിഷയങ്ങളുണ്ടോ, അത്തരത്തിലുള്ള പ്രവൃത്തി ഇപ്പം വോട്ടർ ഇൻഡ്യൂസ്മെന്റ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കുന്നത് SP യുടെ സൈഡിൽ നിന്നായിരിക്കും. അങ്ങനെ നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. കാരണം പരാതിയിൽ ഇപ്പം നിങ്ങൾ പറയുന്ന ആ വ്യക്തി തന്നെ പറയുന്നത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അതാണ് ഞങ്ങളോട് മൊഴി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫർദർ അന്വേഷണത്തിന് പോകുന്നത് അതിൻ്റെ ഒരു ഗ്രേവ് അലിഗേഷൻ ആയതുകൊണ്ടാണ്, അലിഗേഷൻ്റെ സീരിയസ്നെസ് ഉള്ളതുകൊണ്ടാണ്. അത് ആവശ്യത്തിന് ഉള്ളതനുസരിച്ച് ചെയ്യും. ഇനി ഫർദർ എൻക്വയറിയിൽ ഇപ്പോൾ നിലവിലൊന്നും അറിയില്ല, ആ കാര്യത്തിനെ പറ്റിയിട്ട് അറിയില്ല. നമ്മളത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. 11-ന് അതായത് RO തലത്തിലൊരു റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുന്നത് 11-നുള്ളിലാണ്. അതെ, അതിനുശേഷം എൻ്റെ അടുത്ത് വന്നിട്ടാണ് അത് CEOയ്ക്ക് പോവുകയും പിന്നീട് ECIക്ക് പോവുകയും ചെയ്യാം. പണം കൊടുത്തു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഒരു ഫർദർ ആക്ഷൻ എങ്ങനെയായിരിക്കും? അത് സ്ഥാനാർത്ഥി അഥവാ വിജയിച്ചു കഴിഞ്ഞാൽ അയോഗ്യയാക്കപ്പെടുമോ? എങ്ങനെയാണത്? അത് എപ്പോഴും നമ്മളത് കോർട്ടിൽ പോവാന്നുള്ളതാണ്. ഇലക്ഷൻ പെറ്റീഷൻ ആയിട്ടാണ് എപ്പോഴും പോവാറ്. ഇലക്ഷൻ പെറ്റീഷൻ്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് ഫർദർ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമൊക്കെ പറയാൻ പറ്റുള്ളൂ. അത് ഫർദർ പ്രോസസ് ECI ചെയ്യേണ്ടതാണ്. പണം നൽകിയെന്ന് ആരോപിക്കുന്ന അതെ പണം നൽകിയെന്നാണോ അതോ അല്ലല്ല, പണം നൽകിയെന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ മൊഴി എടുത്തിട്ടില്ല. അവരോട് ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു, കാൻഡിഡേറ്റിനോട് ഞാൻ സംസാരിച്ചിരുന്നു, എന്താണ് വിഷയം എന്നുള്ളതിനെ പറ്റി സംസാരിച്ചു. ഒഫീഷ്യലി മൊഴി എടുത്തിട്ടില്ല. ഇല്ലില്ല, ഫർദർ അന്വേഷണത്തിലേക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ.